എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു പാട്ടായിട്ടാണ് വന്നേക്കുന്നത്. കുറച്ച് നാളായി പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എല്ലാവരും തിരക്കിലല്ലേ, അതുകൊണ്ട് ഞാൻ ഇടാതിരുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ച് നിങ്ങളുടെ കമൻറ്റുകളെല്ലാം എന്നെ അറിയിക്കണം. അപ്പോൾ ഞാൻ ആദ്യം പാട്ടിലേക്ക് ഇന്നൊരു സിനിമ പാട്ടാണ് പറഞ്ഞത്. എല്ലാ തവണയും മാപ്പിളപ്പാട്ട് പറയുമ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി സിനിമ പാട്ട് അറിയാൻ പാടില്ലെന്ന്. അതുകൊണ്ട് അറിയാൻ പാടില്ല, എന്നാലും അറിയുന്ന രീതിയിൽ ഞാൻ പാടാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം വാട്ടി മുങ്ങി. കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം വാട്ടി മുങ്ങി. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ നിറഞ്ഞു എൻ്റെ ഉള്ളൂർ കുടം പോലെ തേങ്ങി. കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം വാട്ടി മുങ്ങി. കിടാവിനു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി. 1000 കൈ നീട്ടിരുന്നു ദൂരെ താപമായി താതിൻ്റെ ശോകം. വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജനരേഖകൾ വീണരിഞ്ഞു. കനിവേകുമീ വെൺമേഘവും മഴനീർക്കിനാവായി മറഞ്ഞു. ദൂരെ ഉള്ളൂർ കുടം കേണുറങ്ങി. കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം വാട്ടി മുങ്ങി. ഒരു കുഞ്ഞു പാട്ടായി വിതുങ്ങി മഞ്ഞു പൂഞ്ചോല എന്തേ തിരിഞ്ഞു. ആരെയോ തേടിപ്പിടഞ്ഞു കാറ്റുമൊരുപാടു നാളായലഞ്ഞു. പൂന്തന്നലിൽ പൊന്നോളമായി ഒരു പാഴ്കിരീടം മറഞ്ഞു. കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെ ഉറങ്ങും എങ്ങോ ഉള്ളോർ കുടം പോലെ ഇറങ്ങി. കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം വാട്ടി മുങ്ങി. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എൻ്റെ ഉള്ളൂർ കുടം പോലെ തേങ്ങി. അപ്പോൾ എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു.
ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എൻ്റെ പാട്ടിന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കണം, ലൈക്ക് അടിക്കണം, നിങ്ങളുടെ എല്ലാ കമൻറ്റും എന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത പാട്ടായിട്ട് ഇനി ഒരു പ്രാവശ്യം വരാം. അപ്പോൾ ഓക്കെ.